നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. വാതരോഗങ്ങളിൽ ഏറെ അപകടകാരിയാണ് ലൂപ്പസ് രോഗം. ഓട്ടോ ഇമ്മ്യൂൺ രോഗമായ ലൂപ്പസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജിസ്റ്റും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ എസ് ശ്രീദേവിയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെയും ഇതിനോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങളുമായി ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാം. ഡോക്ടർ, ലൂപ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണെന്നാണ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ വരുന്ന തകരാറ്. ഈ ലൂപ്പസ് രോഗം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും നമ്മുടെ നിത്യജീവിതത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? എത്രത്തോളം സാധാരണമാണ് ഈ രോഗം? ലൂപ്പസ് എന്നത് ഒരു ദീർഘകാല ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ അതൊരു വാതരോഗം തന്നെയാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രതിരോധ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതായത് രോഗധാരികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ നമ്മുടെ ബോഡിയിൽ വരികയും അതുമൂലം നമുക്ക് അസുഖം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രതിരോധ അവസ്ഥ അതിനെല്ലാം ഉന്മൂലനം ചെയ്ത് നമുക്ക് രോഗവിമുക്തരാക്കുന്നതാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ബ്ലഡിലെ ശ്വേതരക്താണുക്കൾ ആൻറ്റിബോഡീസ് ഉൽപ്പാദനം ചെയ്ത് അതുവഴിയാണ് ഈ ബാക്ടീരിയം ഫംഗസിനെ എല്ലാം ഉൽപ്പാദനം ചെയ്യുന്നത്. പക്ഷെ ചില തകരാറുകൾ മൂലം ഈ പ്രതിരോധ അവസ്ഥയ്ക്ക് ചില തകരാറുകൾ മൂലം ഈ ആൻറ്റിബോഡീസ് നമ്മുടെ കോശങ്ങളെയും നമ്മുടെ ശരീര അവയവങ്ങളെയും അത് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആന്തരിക അവയവങ്ങളെയും എല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്, ബാഹ്യമായ അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രിവലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് 100,000-ൽ ഇത് 5 മുതൽ 10 വരെ ആൾക്കാരെ ബാധിക്കാവുന്നതാണ്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഡോക്ടർ, ലൂപ്പസ് രോഗം വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് അവ എത്രത്തോളം സാധാരണമാണ്? അതിനെങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്? പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ രോഗത്തിൻ്റെ? പ്രധാനമായും പറയേണ്ടത് ഇതിൻ്റെ ജനതികമായിട്ടുള്ള മാറ്റങ്ങളാണ്. അതായത് ഒരാൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മുടെ ജനറ്റിക് മേക്കപ്പ്, അപ്പോൾ അതിലുള്ള വ്യത്യാസങ്ങൾ, അതുകൂടാതെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതായത് സൂര്യപ്രകാശം ഇതിൻ്റെ ഒരു ട്രിഗറായിട്ട് മാറുന്നു. അതുകൂടാതെ തന്നെ ഇൻഫെക്ഷൻസ്, വൈറസ്, ബാക്ടീരിയ, ചില രീതിയിലുള്ള വൈറസ്, ബാക്ടീരിയ. അപ്പോൾ ഈ ഒരു അസുഖം വരാനുള്ള ഒരു നമ്മുടെ ബോഡിക്ക് ടെൻഡൻസി ഉള്ളവർക്ക് ഈ പറഞ്ഞ ട്രിഗേഴ്സ് വരുമ്പോൾ, അതായത് സൂര്യരശ്മികൾ അധികമായി ഏൽക്കുക, ഇൻഫെക്ഷൻസ്, ചില മരുന്നുകൾ, അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിൻ്റെ ട്രിഗേഴ്സാണ്. അതുകൂടാതെ തന്നെ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഹോർമോൺസ് പുരുഷന്മാരിൽ നിന്നും കുറച്ച് ഹോർമോൺസ് നമുക്ക് വ്യത്യാസത്തിലാണുള്ളത്, സ്ത്രീകൾക്ക് വ്യത്യാസത്തിലാണുള്ളത്, ഈസ്ട്രജൻ മുതലായ ഹോർമോണുകൾ. അപ്പോൾ അതെല്ലാം തന്നെ ലൂപ്പസ് രോഗം സ്ത്രീകളിൽ കൂടുതൽ കാണപ്പെടുന്നു. ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. പിന്നെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ള ഇതില്ല, കാരണം നമുക്ക് ജനിതകമായിട്ടുള്ളതാണ് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടില്ല ഇതുവരെ. ഡോക്ടർ, പാരമ്പര്യമായി ഈ ലൂപ്പസ് രോഗം വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? 5 മുതൽ 10% വരെ, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയുള്ള ഓഫ് സ്പ്രിങ്സിൽ വരാനുള്ള സാധ്യത 5 മുതൽ 10% വരെയാണ്. അതിൽ എല്ലാവർക്കും തന്നെ ലൂപ്പസ് എന്ന രോഗം വന്നു കൊള്ളുന്നില്ല. വേറെയും ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്. അപ്പോൾ റുമറ്റോയ്ഡ്, ആമവാദം, കൂടാതെ തന്നെ സ്ക്ലീറോഡെർമ, അങ്ങനെ ഇത് തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖം വരാനും സാധ്യതയുണ്ട്. ഡോക്ടർ, സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഈ രോഗം കണ്ടുവരുന്നു എന്ന് പറഞ്ഞല്ലോ. ഏത് പ്രായത്തിലായിരിക്കും പൊതുവെ ഈ രോഗം കണ്ടുവരുന്നത്? നമുക്കത് നേരത്തെ മനസ്സിലാക്കി എന്തെങ്കിലും ഒരു മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുമോ? 15 മുതൽ 45 വയസ്സിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ചെറിയ വയസ്സിലും ഇത് കാണുന്നുണ്ട്. അതിനെ ജുവനൈൽ ലൂപ്പസ് എന്ന് പറയും. ഇപ്പോൾ 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ വരികയാണെങ്കിൽ അതിൽ ജുവനൈൽ ലൂപ്പസ് എന്നും പറയും. വയസ്സ് കൂടിയവർക്ക് വരികയാണ്, അതായത് 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് വരികയാണെങ്കിൽ അത് ലേറ്റ് ഓൺസെറ്റ് ലൂപ്പസ് എന്നും പറയുന്നു. പക്ഷേ 15 മുതൽ 45 വയസ്സാണ്, അതായത് ഗർഭധാരണം ആ ഒരു പ്രായത്തിലാണ് കൂടുതലായിട്ട് ലൂപ്പസ് എന്ന് പറയുന്ന അവസ്ഥ സ്ത്രീകളെ ബാധിക്കുന്നത്. ലൂപ്പസ് ഒരു വാതരോഗമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പലതരത്തിലുള്ള
പലതരത്തിലും ഇപ്പോൾ റൊമറ്റോയ്ഡ് ഓവർലാപ്പ് സിൻഡ്രോംസ് എന്നൊക്കെ ഉള്ള കുറേ ടെർമിനോളജീസ് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ ഒരുമിച്ച് വരുന്നൊരവസ്ഥയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വരുമ്പോൾ അത് SLEയും പിന്നെ അത് സ്ക്ലീറോഡെർമ മുതലായ ഓട്ടോഇമ്യൂൺ അസുഖങ്ങളായി മാറുകയും ആമവാദം അതുപോലെയുള്ള അസുഖങ്ങൾ വരികയും അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഓവർലാപ്പ് സിൻഡ്രോം എന്നും പറയുന്നു. അപ്പോൾ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ SLE ആയിരിക്കും, പിന്നെ അത് ഓവർ ഇയേഴ്സ് അതപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ വരാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബാധിക്കണം എന്നില്ല. ചിലവർക്ക് അത് ചെറിയ രീതിയിലായിരിക്കും, ചിലവർക്ക് വലിയ രോഗങ്ങൾ വളരെ നിർണായകമായ ഒരു പ്രശ്നമായി മാറാവുന്നതാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റും ഓരോരുത്തർക്കും വ്യത്യാസമാണ്. അപ്പോൾ ഒരാൾക്ക് വരുന്നതല്ല വേറെ ആൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന ഒരു രോഗമാണോ ലൂപ്പസ്? അകാരണമായ ക്ഷീണം, കൂടാതെ ചർമ്മത്തിലുള്ള പാടുകൾ, പ്രത്യേകിച്ച് പറയേണ്ടത് ബട്ടർഫ്ലൈ റാഷ്, മുഖത്ത് കവിളിലും കൂടാതെ ഈ മൂക്കിൻ്റെ പുറത്തും മൂക്കിൻ്റെ പാലത്തിലുമായിട്ട് ബട്ടർഫ്ലൈ റാഷ് പോലെ വരാവുന്നതാണ്. അത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, അതായത് സൂര്യതാപം അടിക്കുമ്പോൾ അത് കൂടുതൽ വഷളാവുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കിൻ പ്രോബ്ലംസ്, സ്കിന്നിലെ റാഷ്, ഫോട്ടോ സെൻസിറ്റിവിറ്റി, പിന്നെ അകാരണമായ ക്ഷീണം, പനി, സന്ധികളിലുള്ള വേദന, വീക്കം, ഇതെല്ലാം തന്നെ രോഗലക്ഷണമായിട്ട്, പിന്നെ വായിലുള്ള വ്രണങ്ങൾ, പിന്നെ ഉണങ്ങാത്ത വ്രണങ്ങൾ, കൈകാലുകൾ നീല കളറായി മാറുക, തണുപ്പടിക്കുമ്പോൾ നീല കളറായി മാറുക. അപ്പോൾ ഇത് സ്കിന്നിൽ മാത്രമല്ല പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്. അപ്പോൾ കിഡ്നിയിൽ നീര് അടിഞ്ഞുകൂടിയാൽ അതുകൊണ്ട് തന്നെ കിഡ്നി പ്രവർത്തനം കുറയുകയും അതുകൂടാതെ യൂറിനിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുകയും ദേഹം മുഴുവൻ നീര് വന്നടിയുകയും ചെയ്യാനുള്ളൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിൽ നീരടിഞ്ഞാൽ അതുപോലെ തന്നെ ഹൃദയത്തിനുള്ള പ്രവർത്തനത്തിന് ബാധിക്കാവുന്നതാണ്. പിന്നെ ശ്വാസകോശത്തിൽ നീര് അടിഞ്ഞുകൂടുകയും അത് കാരണം ശ്വാസമുട്ട്, നെഞ്ചുവേദന, ഇതൊക്കെ തന്നെ വരാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർ അനീമിയായിട്ട് പോകുമ്പോൾ, അതായത് ഹീമോഗ്ലോബിൻ കുറഞ്ഞ് അങ്ങനെ പോകുമ്പോഴോ അല്ലെങ്കിൽ കൗണ്ടുകൾ കുറയും, ടോട്ടൽ കൗണ്ട്, രക്താണുക്കളുടെ കുറവ്, പിന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവ്, ഇതെല്ലാം തന്നെ ലൂപ്പസിൻ്റെ ഓരോ രോഗലക്ഷണങ്ങളായി എല്ലാം അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിട്ടാണ് വരുന്നത്. ഇതുകൂടാതെ തന്നെ മസ്തിഷ്കത്തെ ബാധിക്കാം, സൂക്ഷ്മനാഡികളെ ബാധിക്കാം. ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഡോക്ടർ, ഈ രോഗലക്ഷണങ്ങളിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ തന്നെയാണോ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാരിൽ എന്തെങ്കിലും വ്യത്യസ്തമായ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ? ഇത് തന്നെയാണ് പുരുഷന്മാരിലും കാണിക്കുന്നത്. പക്ഷേ പുരുഷന്മാരിൽ വരുമ്പോൾ കുറച്ച് നേരത്തെ വരികയും കുറച്ചും കൂടെ പ്രായം ചെറുതിലേ വരികയും അതിൻ്റെ വ്യാപ്തി കുറച്ച് കൂടുതലായിരിക്കും. സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പെട്ടെന്ന് തന്നെ കിഡ്നിയെ ബാധിക്കാനൊക്കെയുള്ള ഒരു പ്രവണതയാണ് ലൂപ്പസ് കാണിക്കുന്നത്. സ്ത്രീകളിലാണ് ലൂപ്പസ് രോഗം കൂടുതലായി കണ്ടുവരുന്നതെന്ന് പറഞ്ഞല്ലോ. സ്ത്രീകളിൽ ഇത്തരത്തിൽ ലൂപ്പസ് രോഗമുള്ള സ്ത്രീകളിൽ ഗർഭിണിയാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അവരുടെ ഒരു ഗർഭാവസ്ഥയെ ഈ രോഗം മോശമായി ബാധിക്കാറുണ്ടോ? പണ്ട് കാലത്ത് അധികം ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് ഗർഭധാരണവും ഗർഭധാരണവും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ടുള്ള കാര്യവും പിന്നെ അതൊരു ചോദ്യചിഹ്നവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്രത്തിനുള്ള പുരോഗമനം കാരണം അതൊക്കെ പറ്റുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. കാരണം ഒരു 30% സാധാരണ പ്രഗ്നൻസിയിൽ നിന്ന് 30% രോഗം അലസിപ്പോവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടി രോഗം നല്ല നിയന്ത്രിച്ച് നിൽക്കുന്ന സമയത്ത് ഗർഭധാരണം പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ ട്രീറ്റിംഗ് ഡോക്ടർ ചില മരുന്നുകൾ നിർത്തി വേറെ പ്രഗ്നൻസിക്ക് കുഴപ്പമില്ലാത്ത, അതായത് ഗർഭസ്ഥ ശിശുവിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മരുന്നുകളാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഒരു ട്രീറ്റിംഗ് ഡോക്ടറിൻ്റെ സമ്മതമില്ലാതെ പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കുക, ഡിസ്കഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനെപ്പറ്റി ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. രോഗം വളരെ നിയന്ത്രിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഗർഭം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കൂടാതെ തന്നെ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും ചില പുതിയ മരുന്നുകൾ കഴിക്കേണ്ടതായിട്ടും വരും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. പിന്നെ ഇതുകൂടാതെ തന്നെ APLA എന്ന് പറയുന്ന ഒരു സങ്കീർണ അവസ്ഥയുണ്ട്. അതായത് ലൂപ്പസിൽ ഒരു 30% ആൾക്കാർക്ക് ആൻറ്റിഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്ന ആൻറ്റിബോഡീസ്, അതായത് ഈ
ഗർഭാലസം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് ഈ ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് SLE ഉള്ള ആൾക്കാർക്ക് ഒരു 30% ആൾക്കാർക്ക് അത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സാധ്യതയാണ് ഈ ഗർഭം അലസി പോകുന്നതിനും അതുകൂടാതെ തന്നെ മറ്റ് അവയവങ്ങളിൽ രക്തക്കുഴലിൽ ക്ലോട്ടായി മാറാനും. അപ്പോൾ അത് ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. പക്ഷേ അത് ഇല്ലാന്നിരിക്കെ SLE പേഷ്യൻറ്റ് നല്ല രീതിയിൽ തന്നെ സാധാരണ ആൾക്കാരെ പോലെ തന്നെ കല്യാണം കഴിക്കാനും ഗർഭം ധരിക്കാനും പറ്റുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. മടിക്കയിൽ നിന്നും പ്രമോദ് ഡോക്ടറിനോട് ചോദിച്ചോളൂ. പ്രമോദ് കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ ഇവിടെ ഈ കണ്ണിന്റെ അടുത്തെല്ലാം കുറച്ച് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്, അസുഖമില്ല. ഞങ്ങളത് സ്കിന്ന് കുറച്ച് ഇതാവുന്നുണ്ട്. കേൾക്കുന്നില്ല. പിന്നെ കുറച്ച് വീക്ക് ആവുന്നുണ്ട് ആള്. എന്താ സംഗതി? പ്രമോദ് കുറച്ചും കൂടെ ശബ്ദം ഉയർത്തി സംസാരിക്കാമോ? കേൾക്കുന്നില്ല. ഈ കണ്ണിന്റെ അടുത്തെല്ലാം കുറച്ച് ഭയങ്കര ഒരു ഈ വെളിച്ചത്തിന് എന്തോ ഇതാവുന്നെന്ന് തോന്നുന്നു. കണ്ണിന്റെ അടുത്ത് എന്തോ പ്രശ്നമുണ്ടെന്നും ക്ഷീണമുണ്ടെന്നുമെന്നാണ് പ്രേക്ഷകൻ പറയുന്നത്. എനിക്ക് ഒരു മിനിറ്റ്. ക്ഷീണം. അപ്പോൾ ക്ഷീണം പലതരം അസുഖങ്ങൾ കൊണ്ട് ക്ഷീണം വരാം. ഹീമോഗ്ലോബിൻ കുറവ് കൊണ്ട് ക്ഷീണം വരാം. തൈറോയിഡ് ഉള്ളത് കൊണ്ട് ക്ഷീണം വരാം. അപ്പോൾ ബാക്കി ഈ ജോയിൻറ്റ് പെയിന്, വായിലുള്ള വ്രണം, പിന്നെ സ്കിന്നിലെ റാഷ്, തൊലിപ്പുറത്തുള്ള റാഷ്, വെയിലത്ത് പോകുമ്പോൾ അത് കൂടുതൽ വഷളാവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രമോദിന്? ഓക്കെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ, ലൂപ്പസ് അപകടകരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കീർണതകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമ്മുടെ ജീവിതശൈലി നിയന്ത്രിക്കുന്നതിലൂടെ ലൂപ്പസിനെ മറികടക്കുവാൻ സാധിക്കുമോ? ഡയറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. ശാസ്ത്രീയമായി ഒരു ഭക്ഷണവും നമ്മുടെ ലൂപ്പസ് ഉണ്ടാക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതായിട്ടോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് തന്നെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിവെൻഷൻ എന്നൊരു ഘടകം വന്നിട്ടില്ല ഇതിന്. ജീവിതശൈലിയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധവുമില്ല. മെയിനായിട്ടും ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസാണ് ഉള്ളത്. ജനറ്റിക് മേക്കപ്പിൽ തന്നെ വ്യതിയാനം സംഭവിക്കുന്നവർക്ക് എന്തെങ്കിലും ട്രിഗർ ഉണ്ടാവുമ്പോഴാണ് ഇത് ലൂപ്പസ് എന്ന അസുഖം ഉണ്ടാവുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക ചേരുകയാണ്. കൊല്ലത്ത് നിന്നും ഫാത്തിമ ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഫാത്തിമ. ഡോക്ടർ, എനിക്കിപ്പം MCTD ആണ് കൺഫേം ചെയ്തിരിക്കുന്നത്. അതിൽ ലൂപ്പസ് ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാത്തിന്റെയും ഓവർലാപ്പ് സിംറ്റം കാണിക്കുമെന്നാ പറഞ്ഞേ. MCTD മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് എന്നാണ് ഫാത്തിമയോട് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ ഈ ലൂപ്പസ് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടോ? എന്തെങ്കിലും എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എന്തൊക്കെയാണ് ഫാത്തിമയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ? ഇപ്പോ ഒരുവിധം 3 മാസമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. ഈ സിംറ്റംസ് എല്ലാം ഒരു വർഷത്തോളം കൂടുതൽ ഉണ്ടായിരുന്നു. MCTD എന്ന് ഉദ്ദേശിക്കുന്നത് ലൂപ്പസ്, സ്ക്ലീറോഡെർമ, മസിലുകൾ ബാധിക്കുന്ന മയോസൈറ്റ്, സ്കിന്നിനെ ബാധിക്കുന്ന സ്ക്ലീറോഡെർമ, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് MCTD. അപ്പോൾ ഇതെല്ലാം തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ജോയിന്റ് പെയിന് അങ്ങനെ എന്തെങ്കിലും? ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ട്. സ്കിന്നിലെ റാഷ് ഉണ്ടോ? സ്കിന്നിലെ റാഷ് അതെല്ലാം ഉണ്ട്. അപ്പം ലൂപ്പസ് ഇല്ലെന്നാ ഫുൾ ടെസ്റ്റുകളിൽ പറഞ്ഞത്. അപ്പം ഇനി ലൂപ്പസ് വരാൻ ചാൻസ് ഉണ്ടോ? മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നാൽ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. നമുക്ക് ഈ ലൈഫ് ലോങ് ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരുമോ, അതോ നമുക്ക്? ഈ അസുഖങ്ങളെല്ലാം തന്നെ കുറച്ച് ഏറ്റക്കുറച്ചിലുകളുള്ള അസുഖമാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കൂടാം, ഇടയ്ക്കിടയ്ക്ക് കുറയാം, അങ്ങനെ റെമിഷൻ, റിലാപ്സ് ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു അസുഖമാണ് ഈ പറഞ്ഞ എല്ലാ ഓട്ടോഇമ്യൂൺ അസുഖങ്ങളും. അപ്പോൾ അത് ദീർഘകാല അസുഖമാണ്. ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല അസുഖമാണ്. ഹൈപ്പർ ടെൻഷൻ, BP ഉണ്ടാകുക എന്ന് പറയുന്നത് ദീർഘകാല അസുഖമാണ്.
അപ്പോൾ മിക്ക ആൾക്കാരും അത് ലൈഫ് ലോങ് മരുന്ന് കഴിക്കുന്നു. പക്ഷെ കുറച്ച് കൺട്രോൾ ആകുമ്പോൾ കുറച്ചെങ്കിലും മരുന്നുകൾ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് കൂടുതൽ ഡോസിൽ മരുന്ന് കഴിക്കേണ്ടി വരുന്നതായിരിക്കും ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കാനായിട്ട്. പിന്നെ അതൊന്ന് കൺട്രോളായി കഴിയുമ്പോൾ നമുക്ക് മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാനും ചില മരുന്നുകൾ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ. ഇതിന് എന്തെങ്കിലും പ്രത്യേക ഡയറ്റ് അങ്ങനെ എന്തെങ്കിലും ഫുഡുകൾ ഒഴിവാക്കേണ്ടി വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഫുഡ് ഒഴിവാക്കേണ്ടതില്ല. നോൺ വെജിറ്റേറിയൻ കുറച്ചൊന്ന് ഒഴിവാക്കാം, എന്നാലും ഫുള്ളായിട്ട് ഒഴിവാക്കേണ്ടതായിട്ടില്ല. ഓക്കെ മാം, താങ്ക് യു. പ്രേക്ഷകർക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ അല്പം മുമ്പ് പറഞ്ഞിരുന്നത് ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട സംശയമാണ് ഈ ഗർഭാവസ്ഥയ്ക്ക് ശേഷം, അതായത് ജനനശേഷം കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതിന് ലൂപ്പസ് ബാധിച്ച സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? പ്രസവശേഷം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാവുന്നതാണ്. ചില മരുന്നുകൾ മാറ്റി കൂടുതൽ ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞിന് പോകാത്ത രീതിയിലുള്ള മരുന്നുകളായിരിക്കും മിക്കപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല. അത് അമ്മയെ കൂടുതലായിട്ടൊന്ന് നല്ല രീതിയിൽ മാനസിക പിന്തുണയും ഒക്കെ കൊടുക്കേണ്ട ഒരു സമയമാണല്ലോ ഈ പ്രസവശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തായാലും കരുതൽ വേണം. പിന്നെ പ്രത്യേകിച്ച് കൊടുക്കരുത് എന്നുള്ളൊരു ഇതില്ല. ഡോക്ടർ, നമുക്ക് പലപ്പോഴും ഈ ഒരു വാതരോഗം, പലതരത്തിലുള്ള വാതരോഗങ്ങളുണ്ടെങ്കിലും അതിന് എക്സസൈസിൻ്റെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകൾ ലൂപ്പസ് രോഗത്തിനൊരു ആശ്വാസമാവാറുണ്ടോ? ഇപ്പോൾ കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും ഉള്ള നീര്, വേദന, അപ്പോൾ അങ്ങനെയുള്ള മുട്ടുകളിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുകളെങ്കിൽ അപ്പോൾ അത് വേദന കൂടിയിരിക്കുമ്പോൾ അത് ചെയ്യാതെ അത് വേദന കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എയറോബിക് എക്സസൈസുകളും റെസിസ്റ്റൻസ് എക്സസൈസുകളും സ്ട്രെച്ചിങ് എക്സസൈസുകളും ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഉചിതമായിട്ടുള്ള നടക്കാൻ പോവുക, അതൊക്കെ അസുഖങ്ങളെല്ലാം കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അതായത് തീവ്രതയുള്ള ലക്ഷണങ്ങൾ കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം പാലിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ രോഗം തിരിച്ചറിയുവാൻ സാധിക്കുന്ന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഏതൊക്കെ ടെസ്റ്റിലൂടെയാണ് നമുക്ക് ഈ രോഗമുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? രോഗനിർണയ മാർഗങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതിരോധ ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആൻറ്റിബോഡീസ് മൂലമാണ് ഈ ശ്വേത രക്താണുക്കൾ വെളിയിൽ നിന്ന് വരുന്ന ബാക്ടീരിയം, രോഗധാരികളായ ബാക്ടീരിയം, വൈറസിനെല്ലാം ഉന്മൂലനം ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക രീതിയിലുള്ള ആ ഒരു ചില തകരാറുകൾ കാരണമാണ് വേറെ രീതിയിലുള്ള ആൻറ്റിബോഡീസ് അത് ഉത്പാദിക്കുകയും നമ്മുടെ ബോഡി തന്നെ ഉത്പാദിക്കുകയും അത് കോശങ്ങളെയും അവയവങ്ങളെയും ഒക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെ ഓട്ടോ ആൻറ്റിബോഡീസ് എന്ന് പറയും. അതിൽ കൂടുതലായിട്ട് SLEയുമായിട്ട് ബന്ധമുള്ളത് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി, അതായത് ഒരു കോശത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ന്യൂക്ലിയസ്. അപ്പോൾ അതിനെതിരെയാണ് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ഉത്പാദിക്കപ്പെടുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് പലതരം ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാവുന്നതാണ്. ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി, DSDNA ആൻറ്റിബോഡി, സ്മിത്ത് ആൻറ്റിബോഡി എന്നിവ. അതുകൂടാതെ രോഗത്തിൻ്റെ ആ വ്യാപ്തി കാഠിന്യം മനസ്സിലാക്കുന്ന ടെസ്റ്റുകൾ വേറെയുമുണ്ട്. കോംപ്ലിമെൻറ്റ്, C3, C4, ആൻറ്റി DSDNA അളവ്, ഇതൊക്കെ തന്നെ അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ടെസ്റ്റുകളാണ്. പിന്നെ ഇത് ബാക്കി അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ യൂറിൻ നോക്കേണ്ടതാണ്. വൃക്കകളെ ഇത് കൂടുതൽ ഒരു 40% വരെ വൃക്കയെ ബാധിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ യൂറിൻ നോക്കേണ്ടതാണ്. യൂറിനിൽ പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിട്ടുള്ളത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ വേറെ അസുഖങ്ങൾ, ഇപ്പോൾ ഇത് ഇൻഫെക്ഷനോ ക്യാൻസറോ അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതും കൂടെ നോക്കേണ്ടത് ഇതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളും ചെയ്യേണ്ടതായിട്ട് വരും. ചില രീതിയിലുള്ള സ്കാനുകൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വൃക്കകളെ കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ റീനൽ ബയോപ്സി, കിഡ്നി ബയോപ്സി ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്, അതെല്ലാം കുറയാവുന്നൊരു അവസ്ഥ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ തന്നെ ഈ പറഞ്ഞ ശ്വേത രക്താണുക്കൾ, അല്ലാത്ത പ്ലേറ്റ്ലെറ്റ്സ് ഇതെല്ലാം കുറയുന്നതും കാണാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്. ചേർത്തലയിൽ നിന്നും പുരുഷോത്തമൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഹലോ, കേക്ക് പറഞ്ഞില്ല, വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഡോക്ടർ കേട്ടോണ്ടിരിക്കുകയാണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറോട് ചോദിച്ചോളൂ.
ടി വിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദിക്കും. ആ, ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കുമോ പുരുഷോത്തമൻ? ഓക്കെ, ആ കോൾ ഡ്രോപ്പായെന്ന് തോന്നുന്നു. ഡോക്ടർ, നമ്മൾ ഈ രോഗനിർണയം അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ഈ രോഗനിർണയത്തിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഒരു പുതിയ മാനങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഏതൊക്കെ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്? മെഡിസിൻ മാത്രമാണോ? എന്തൊക്കെയായിരിക്കും? അപ്പോൾ പണ്ടക്കാലത്ത് അധികം ട്രീറ്റ്മെൻറ്റുകൾ ഇല്ലായിരുന്നു. അപ്പോൾ ഈ അസുഖം വന്നാൽ തന്നെ പകുതി ആൾക്കാർക്കും ഭയം, അത് വളരെ ഇതാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി കാരണം ഇത് കുറേയധികം ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അതിനുള്ള മരുന്നുകൾ പരീക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം തന്നെ മരുന്നുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരിലും ഒരേപോലത്തെ ട്രീറ്റ്മെൻ്റ് അല്ല, അത് ട്രീറ്റിംഗ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും, ചിലവർക്കത് മൈൽഡ് അസുഖമായിരിക്കാം, ചിലവർക്ക് അത് കാഠിന്യമുള്ള അസുഖമായിരിക്കാം. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റും എല്ലാ ചികിത്സാ രീതികളും ഓരോരുത്തർക്കും വ്യത്യാസമാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിറോയിഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം കുറച്ചു കാലം ഹൈ ഡോസിൽ എടുക്കേണ്ടതായിട്ട് വരും. കാരണം ബാക്കിയുള്ള മരുന്നുകൾ, മെയിനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള മരുന്നുകൾ, ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കുറച്ച് കാലതാമസം എടുക്കും. 1, 2, 3 ആഴ്ച എടുക്കും അതൊന്ന് ഇതിൻ്റെ ഇഫക്റ്റായി വരാൻ. ആ സമയത്തേക്കാണ് നമ്മൾ സ്റ്റിറോയിഡ് കുറച്ച് അധികം നോർമൽ ഡോസിൽ നിന്ന് കുറച്ചധികം ഡോസായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ബാക്കി പ്രധാനമായിട്ടുള്ള മരുന്നുകൾ അതിൻ്റെ ആക്ഷൻ എടുക്കും തോറും നമ്മളിതിൻ്റെ ഡോസ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ അത് ഓറലായിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട്. അസാത്തയോപ്രിൻ, HCQ, MMF എന്ന് പറയുന്ന ടാബ്ലറ്റ് രൂപേണയുള്ള മരുന്നുകളുണ്ട്. ഇഞ്ചക്ഷനുണ്ട്. അപ്പോൾ അത് ബയോളജിക്കൽസ് എന്ന് പറയുമ്പോൾ ടുക്സിമാബ്, ബെലിമൊമാബ്, സൈക്ലോഫോസമൈഡ്. അപ്പോൾ ഇതൊക്കെയാണ്, അത് ഏത് അവയവത്തെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് കണക്കിലെടുത്താണ് ഈ മരുന്നുകൾ നിശ്ചയിക്കുന്നതും കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ദീർഘകാല ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് മോണിറ്ററിങ് വളരെ ആദ്യം കുറച്ച് മരുന്ന് കഴിച്ചത് നിർത്താൻ എന്നുള്ളതല്ല, അതൊരു ഡോക്ടറിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ വേണം കുറയ്ക്കാനും മറ്റും പറ്റുന്നത്. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക ചേരുകയാണ്. എറണാകുളത്ത് നിന്നും സൗമ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഡോക്ടർ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. കുറച്ച് നാളായിട്ട് എനിക്ക് മുട്ട് രണ്ടും ഭയങ്കര വേദനയാണ് മാം. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടു. ഏത് സന്ധികളെയാണ്? മുട്ടുകാലാണ്, കാൽമുട്ടാണ് തുടങ്ങിയത്. ഒരു ലെഫ്റ്റ് ഹാൻഡിലായിരുന്നു. അപ്പൊ നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ എക്സ്റേ എടുത്ത് നോക്കിയായിരുന്നോ? എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ലാന്നാ പറഞ്ഞത്. എനിക്ക് 2 മുട്ടിനുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡിന് ചെറുതായിട്ട് മുട്ടിന് ഇതുപോലെ പ്രശ്നം തോന്നിയിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ നിവർത്താൻ പറ്റാതെ ഇരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നീരായിട്ടിരിക്കുക? അങ്ങനെയൊന്നുമില്ല. അപ്പോഴൊന്നും കുഴപ്പമില്ല. എനിക്ക് കുറെ സമയം നടക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് താഴത്തേക്കൊന്നും കുനിഞ്ഞെടുക്കാൻ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പോൾ ബാക്കി വാദത്തിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. റുമറ്റോയിഡ് ഫാക്ടറും CCP, ANA ടെസ്റ്റുകൾ, അതൊക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഇതിനെപ്പറ്റി. സോറിയാസിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാം. എനിക്ക് കുറച്ച് നാൾ കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് സ്കിന്നിൽ ഇതുപോലെ തടിച്ച് ചൊറിയുന്ന ഇതൊക്കെ വന്നായിരുന്നു പെട്ടെന്ന്. അപ്പൊ എന്റെ സ്കിൻ അലർജി എന്നാ പറഞ്ഞത്. അതൊരു മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ ബയോപ്സിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല മാം. ജസ്റ്റ് എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ക്രിയാറ്റിനും അങ്ങനെയൊക്കെ മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് ഈ റുമറ്റോയിഡ് ഫാക്ടർ, ANA എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. വീട്ടിലെല്ലാവർക്കും, അമ്മക്കും അമ്മയുടെ ചേച്ചിമാർക്കും എല്ലാവർക്കും ഇങ്ങനെ റുമാറ്റോയിഡ് അങ്ങനെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് വാദസംബന്ധമായ അസുഖമുള്ളവരാണ്. അപ്പോൾ തീർച്ചയായും അതൊക്കെ നോക്കേണ്ടതാണ്. നോക്കുന്നതാണ് മാം. ശരി മാം, താങ്ക് യു മാം. ഓക്കെ ഡോക്ടർ, ഈ ലൂപ്പസ് രോഗികൾക്ക്, എല്ലാ മേഖലയിലുള്ള വാതരോഗികൾക്കും അവർക്ക് കൊടുക്കേണ്ട മാനസികമായ പിന്തുണയും അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് കൂടി പറയാമോ? പലപ്പോഴും ഈ ഒരു രോഗത്തിൻ്റെ സങ്കീർണാവസ്ഥയെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഭയം, അത് അവരെ മോശമായി ബാധിക്കാറുണ്ടോ? അവർ കൊടുക്കേണ്ട മാനസിക പിന്തുണയെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ?
അപ്പോൾ ഈ എസ്പെഷ്യലി ഇത് കൂടുതലായിട്ട് സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രതിശ്രുത വരനോ അല്ലെങ്കിൽ വധുവോ ഡോക്ടറുമായിട്ട് ഒരു തുറന്ന ഒരു ചർച്ചയ്ക്ക് ഏർപ്പെടുകയും ഈ അസുഖത്തിനെ പറ്റി എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം വേണ്ടൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ കല്യാണം കഴിഞ്ഞ് നമ്മൾ സ്ത്രീകൾ വേറൊരു വീട്ടിൽ പോവുകയും ഈ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കേണ്ടതും കറക്റ്റ് സമയത്തിൽ കഴിക്കേണ്ടതും വളരെ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസിക പിന്തുണ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ അസുഖം ദിവസവും ഏറ്റക്കുറച്ചിലുകളുള്ള ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ ആ മാനസിക പിന്തുണ അതിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ദിവസവും ഒരുപോലെ ജോലി ചെയ്യാൻ പറ്റണമെന്നില്ല. ചില സമയത്ത് അസുഖം കൂടി നിൽക്കുമ്പോൾ അവർക്ക് എല്ലാ രീതിയിലുമുള്ള ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റും എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ബാക്കി ഈ കുടുംബത്തിലുള്ള എല്ലാവരും അത് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ രോഗിക്കുള്ള പിന്തുണ നൽകുകയും ചെയ്യേണ്ടതാണ്. ജോലിയിൽ ഹെൽപ്പും അതുകൂടാതെ തന്നെ മെൻ്റലായിട്ടുള്ള സപ്പോർട്ടും കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ ഡോക്ടർ, ലൂപ്പസ് രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. ഈ രോഗത്തെക്കുറിച്ചും അതിൻ്റെ സങ്കീർണ അവസ്ഥകളെക്കുറിച്ചുമെല്ലാം നമുക്ക് വിശദമാക്കി തന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജിസ്റ്റും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ശ്രീദേവിയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.